ിലൂടെ ലഭിച്ച വചനം ഞാൻ പിന്നീട് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയൊക്കെ ആ വചനം വീണ്ടും വീണ്ടും ഓർക്കാനായിട്ടിടയായി. അപ്പോ ആ ദൈവവചനത്തിൽ തന്നെ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഇന്ന് പങ്കുവെക്കാമെന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ ഗൗരവത്തോടെ ദൈവമക്കൾ ഓർത്തിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട പ്രിയമുള്ളവരെ, വചനം നമ്മൾ പലപ്പോഴും കേൾക്കുന്നെങ്കിലും അത് പ്രാവർത്തികമാക്കുന്നതിലൂടെയാണ് വീണ്ടും വീണ്ടും ദൈവം നമ്മോട് സംസാരിക്കുകയുള്ളൂ. പ്രാവർത്തികമാക്കുക സമം നമ്മളെല്ലാം കറക്റ്റായി എന്ന അർത്ഥത്തിലല്ല, അതിനുവേണ്ടിയുള്ള ഉത്സാഹം അല്ലേ. നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഏതാണ്, എവിടെയാണ് തിരുത്തലുകൾ വേണ്ടത്, അതൊക്കെ മനസ്സിലാക്കുമ്പോൾ അത് ചെയ്യാനുള്ള ഉത്സാഹം ഉണ്ടാകുമ്പോഴാണ് വീണ്ടും കർത്താവ് നമ്മോട് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അപ്പോ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദാവനദാസന് പങ്കുവച്ച ദൈവവചനം വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ നിന്നാണ്. തന്റെ ഹൃദയത്തിൽ ആ വചനത്തിന് ദൈവം അങ്ങനെ ഒരു പ്രകാശനം നൽകി. വചനം എന്താണ്? അവളുടെ സകല മനോഹര വസ്തുക്കളിൽ മേലും ശത്രു കൈവച്ചിരിക്കുന്നു. ആ ഒരു വാക്യമാണ്. അപ്പോ സഭയോടുള്ള ബന്ധത്തിൽ മനോഹര വസ്തു ആ നിലയിൽ ഒരു അർത്ഥത്തിലാണ് ആ വചനം പങ്കുവച്ചത്. പക്ഷേ ശത്രു അതില്, വൈരി അതില് കൈവച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവസഭയെ ആത്മീകമായി മുന്നോട്ട് വിടാതിരിക്കുക. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ എഫേസ്യ ലേഖനത്തിൽ നിന്ന് വായിച്ചപ്പോ ദൈവം സ്ഥാപിച്ച 2 സ്ഥാപനമാണ് കുടുംബവും സഭയും എന്നുള്ളത്. അപ്പോ പിശാചിന്റെ എക്കാലത്തുമുള്ള പോരാട്ടം എന്ന് പറയുന്നത് കുടുംബത്തോടും സഭയോടുമാണ്. ഈ ഒരു തിരിച്ചറിവ് എല്ലാവരുടെയും ഹൃദയത്തിൽ വന്നാൽ നമ്മൾ വിജയിക്കുകയാണ്. കാരണം പിശാചിന്റെ പോരാട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ നമ്മൾ മറ്റു വചനങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ എഫേസ്യ ലേഖനം 6-10 മുതൽ വായിക്കുമ്പോൾ അറിയാം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? പിശാചിന്റെ തന്ത്രം എന്താണ്? ജഡരക്തങ്ങളെ ശത്രുക്കളാക്കി മാറ്റുക എന്നുള്ളതാണ് സാത്താന്റെ തന്ത്രം അല്ലേ. ജഡരക്തങ്ങൾ, സ്വന്തക്കാരെ, കുടുംബക്കാരെ, സഭയിലുള്ള ദൈവമക്കളെ, ഒരു കുടുംബത്തിൽ തന്നെയുള്ള ഭാര്യ, ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ, ഇവരെ പരസ്പരം എന്താക്കി തീർക്കുന്നു? ശത്രുക്കളാക്കി മാറ്റുന്നു. ശത്രുക്കളാക്കി തീർക്കുമ്പോൾ പിന്നെന്ത് സംഭവിക്കും അല്ലേ? ഇപ്പൊ ലിസി, എനിക്ക് ഒരു ശത്രുവിനെ പോലെ ഒരു സാഹചര്യം വന്നാൽ ഞാൻ പിന്നെ പോരാടുന്ന ലിസിക്കെതിരെയാണ് അല്ലേ. അപ്പോൾ പിന്നെ ആ കുടുംബം എന്താ സംഭവിക്കുന്നത്? പ്രിയമുള്ളവരെ, അത് കുടുംബത്തിന്റെ പ്രതിസന്ധി, തകർച്ചയിലേക്ക് പിന്നെ അത് പോവുകയാണ്. അത് സഭയെ പിന്നെ അത് ബാധിക്കുകയാണ്. ഇത് പിശാചിനറിയാം. അപ്പോൾ നമ്മൾക്ക് ഉണ്ടാകേണ്ട ഒരു പരിജ്ഞാനം എന്ന് പറയുന്നത്, പിശാച് പോരാടുന്നത് ദൈവം സ്ഥാപിച്ച 2 സ്ഥാപനങ്ങൾ, ഒന്ന് കുടുംബം, മറ്റൊന്ന് സഭ. ഇത് പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ആ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇനിയും നമുക്കത് വീണ്ടും വീണ്ടും ഓർക്കാനൊക്കെ അവസരമുണ്ടാകും. ഞാൻ ആ നിലയിൽ ചിന്ത മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ജോയി പാസ്റ്റർ ഇന്നലെ പറഞ്ഞ വചനം കുറെ കൂടെ ഗൗരവത്തോടെ ഓർത്തു അല്ലേ. ശത്രു എന്തിരിക്കുകയാണ്? സകല മനോഹര വസ്തുക്കളിൽ മേലും കൈവച്ചിരിക്കുന്നുവെന്നാണ്. അപ്പോ മനോഹര വസ്തുക്കൾ എന്തൊക്കെയാണ്? 3 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, സകലരുടെയും മനോഹര വസ്തു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു മനോഹര വസ്തുവായവൻ വരും എന്ന് പറയുമ്പോ, അപ്പോ പ്രിയ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെ എന്ത് ചെയ്യുക? ഇല്ലാതാക്കുക എന്നുള്ളത് സാത്താന്റെ വലിയ തന്ത്രമാണ്. അപ്പോൾ ശത്രു കൈവച്ചിരിക്കുന്നത് ഒരു വ്യക്തി, ഒരു ദൈവപൈതൽ, യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം, സഭ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എന്ത് ചെയ്യുക? അകറ്റുക എന്നുള്ളത് സാത്താന്റെ തന്ത്രമാണ്. അതുപോലെ മറ്റൊരു കാര്യം നാം ചിന്തിച്ചത്, നാം കേൾക്കാൻ ഇടയായിത്തീർന്നത്, സഹോദരന്മാർ ഒത്തൊരുമിച്ചു വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവുമാണ്. ഒരു ചെറിയ കൂട്ടമാണെങ്കിൽ അത് ഒത്തൊരുമിച്ച് വസിക്കുമ്പോ അവിടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം പകരുന്നത്. ഇത് പിശാചിനറിയാം, ശത്രുവിനറിയാം. അതുകൊണ്ട് ഒത്തൊരുമിച്ച് വസിക്കാതിരിക്കാനുള്ള എല്ലാ മാർഗവും എന്ത് ചെയ്യാണ്? പിശാച് ഒരുക്കുകയാണ്. സഭകളോടുള്ള ബന്ധത്തിലൊക്കെ ഈ ദിവസങ്ങളിൽ പലരുമായിട്ടൊക്കെ പല സ്ഥലത്തും പോകുകയൊക്കെ ചെയ്യുമ്പോൾ തിരിച്ചറിയുന്നത് എല്ലായിടത്തും ഓരോ വിഷയങ്ങളാണ്. വളരെ സ്നേഹിച്ചിരുന്ന ആളുകൾ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പൊ അതിലൂടെ ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ഒരു തെറ്റിദ്ധാരണകളാണ് ഇതിന്റെ പിന്നിൽ കുറെ വിഷയങ്ങൾ, കുറെ കാര്യങ്ങൾ. എന്താണ്?
തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നു. ഒരു തെറ്റിദ്ധാരണ മനസ്സിലുണ്ടായാൽ അത് പോയി വേറൊരാളോട് പറയുന്നു, അത് കുറച്ചുകൂടെ വലുതാക്കി മറ്റൊരാൾ അറിയുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ കുടുംബത്തിലും സഭയിലും ഒക്കെ എന്തുണ്ടാക്കുകയാണ്? ഒത്തൊരുമിക്കാതിരിക്കാനുള്ള സാഹചര്യം പിശാച് സൃഷ്ടിക്കുന്നു. അപ്പൊ നമ്മൾ ഓർക്കണം, പിശാച് മനോഹര വസ്തുവിന്റെ മേൽ കൈവച്ചിരിക്കുക. മൂന്നാമത് നാം കേട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ആരാധനയോടുള്ള ബന്ധത്തിൽ, അല്ലേ? ദൈവത്തെ സ്തുതിക്കുന്നത്, കീർത്തനം ചെയ്യുന്നത് അത് മനോഹരമാണ്. 147 സങ്കീർത്തനം 1 വാക്യമാണ് വായിച്ചത്. അപ്പോ ആരാധന, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ പ്രകീർത്തിക്കുക. നാം പാടുന്ന പാട്ടുകളിലൂടെ ഒക്കെ കർത്താവിന്റെ നാമത്തെ പ്രകീർത്തിക്കുകയാണ്. അപ്പോ ആ ആരാധന അത് വളരെ മനോഹരമാണ്. അത് മനോഹരമല്ലാതാക്കുക എന്നുള്ളത് ആരുടെ തന്ത്രമാണ്? പിശാചിന്റെ പദ്ധതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. അപ്പൊ ഈ 3 വിഷയത്തിൽ പ്രിയമുള്ളവരെ, ശത്രു കൈവയ്ക്കുമ്പോ നാം അതിൽ ജാഗ്രതയോടെ ആയിരിക്കണം. ഒന്ന്, യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഉലച്ചിൽ വരാതിരിക്കാൻ നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അവന്റെ ദാസന വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യം തൊട്ടുപോയി നമ്മൾ ഇന്ന് ആ ഭാഗം ഒന്നുകൂടെ വിശദമായിട്ടൊന്ന് ഓർക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കത് വളരെ പരിചിതമായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത് വായിച്ച് 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരാണ്? യേശു, അല്ലേ? എവിടെ നിൽക്കുന്നു? വാതിൽക്കൽ. അപ്പോ ക്രിസ്തു സഭയുടെ അകത്താണോ പുറത്താണോ? എവിടെയാണ്? ക്രിസ്തു സഭയുടെ പുറത്താണ്, അല്ലേ? കർത്താവ് പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് എന്ത് ചെയ്യുകയാണ്? ക്രിസ്തു വസിക്കേണ്ടത് എവിടെയാണ്? എവിടെയാ വസിക്കുന്നത്? തിമോഥെയോസിന്റെ ലേഖനം വായിക്കുന്നു, ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയം, അല്ലേ? അപ്പൊ സഭ ദൈവത്തിന്റെ ആലയമാണെങ്കിൽ, ആ ദൈവത്തിന്റെ ആലയമാണെങ്കിൽ അവിടെ ആരുണ്ടായിരിക്കണം? ദൈവം ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പോഴല്ലേ ദൈവത്തിന്റെ ആലയമാകുന്നുള്ളൂ. ആ ദൈവത്തിന്റെ ആലയ സഭയിൽ വസിക്കേണ്ട ക്രിസ്തു ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ എവിടെയായിരിക്കുന്നു? പുറത്തായിരിക്കുന്നു. അത് വാതിൽക്കൽ നിന്നുകൊണ്ട് വീണ്ടും അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി കർത്താവ് വാതിൽക്കൽ മുട്ടുകയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, ആ മനോഹര വസ്തുവായിരിക്കുന്ന ക്രിസ്തുവിനെ പുറത്താക്കിയ സഭ. പക്ഷെ പ്രശ്നം എന്നാണെന്നറിയാമോ? ക്രിസ്തു പുറത്തായി എന്ന കാര്യം സഭ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല എന്നുള്ളതാണ് അപകടം. എന്തുകൊണ്ടറിയുന്നില്ല? ക്രിസ്തു പുറത്താണ് എന്ന് സഭ എന്തുകൊണ്ടറിയാതിരിക്കുന്നു? അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അതിന്റെ 17-ാമത്തെ വാക്യം, 15 മുതലുള്ള 14 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിഴ്ന്നുകളയും. അപ്പോൾ സഭയോട് പറയുന്നത്, സർവ ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു. ഇവിടെ ആമേൻ, ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ തന്നെ സത്യമെന്നാണ്, അല്ലേ? അപ്പോൾ യേശു കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നത് എന്താണ്? ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ. കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആണ്. അവന്റെ വാക്കുകൾ ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും, അതിനകത്ത് പിന്നെ മാറ്റം വരുത്താനായിട്ടൊന്നുമില്ല. ആ കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. പിന്നെ ആരാണ്? അപ്പോ പറയുന്നത്, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു, അല്ലേ? പക്ഷേ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. പിന്നെ ആരാണ്? ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് എന്ത് ചെയ്യുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആ വാക്ക് വായിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ആത്മീയ അർത്ഥത്തിൽ പറഞ്ഞാൽ ആത്മീയനാണോ? അല്ല, അല്ലേ? എന്നാ
ദൈവമായിട്ടൊരു ബന്ധമില്ലാത്ത ജഡികനെന്ന് പറയാൻ കഴിയില്ല. എന്താ പറയാ, ലോകപ്രകാരമുള്ള വ്യക്തിയാണോ? അതുമല്ല. പിന്നെ ആരാണ്? ഇത് രണ്ടുമല്ലാത്ത ഒരു പരുവത്തിലായിരിക്കുന്നു ദൈവസഭ. അപ്പൊ ദൈവസഭ, അപ്പൊ കർത്താവ് പറയുന്നത് നീ രക്ഷിക്കപ്പെടാത്ത ആളായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്നാണ്. ഒന്നുകിൽ യഥാർത്ഥ ആത്മീകനായിരിക്കുക, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത ആളാണെങ്കിലും കുഴപ്പമില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എന്തെങ്കിലും എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടാത്ത വ്യക്തിക്ക് രക്ഷിക്കപ്പെട്ടില്ല എന്ന ചിന്ത വരും. പക്ഷെ ഇത് രണ്ടുമല്ലാതെ ശീതോഷ്ണവാനായിരിക്കുന്ന അവസ്ഥയിലാണ് എന്ന് എല്ലാം കാണുന്ന ദൈവം അരുളി ചെയ്യുകയാണ്. സഭയോടാണ് ഇത് പറയുന്നത്. അപ്പൊ സഭയോട് പറയണമെങ്കിൽ സഭയിലേക്ക് വന്നപ്പോ രക്ഷിക്കപ്പെടാതെയാണോ വന്നേ? ആണോ? അല്ല. രക്ഷിക്കപ്പെടാത്ത ഒരാൾ പോലും സഭയിലില്ല, കർത്താവിന്റെ സഭയിലില്ല. അപ്പൊ ലവോദിക്യ സഭയിലുള്ള ആളുകൾ എല്ലാവരും ആരാണ്? രക്ഷിക്കപ്പെട്ടവരായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഈ പറയുന്ന അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് കർത്താവ് പറയുന്നത്, നീ ശീതോഷ്ണവാനാകയാൽ ഞാൻ എന്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും. നമുക്കത് പരിചയമുള്ള കാര്യമാണ്. ഇനി സഭയുടെ സ്ഥിതി, സഭ ഈ ക്രിസ്തു പുറത്തായ കാര്യം അറിയാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് ക്രിസ്തു പുറത്താകുന്ന കാര്യം നമ്മൾ അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതാണ് 17-ാമത്തെ വാക്യം നാം വായിക്കുന്നത്. 17-ാം വാക്യത്തിൽ വായിച്ചാട്ടെ. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഭ പറയുന്നത്, സാക്ഷ്യം പറയുന്നത്. ഇപ്പോൾ ലവോദിക്യ സഭയിലെ ഒരു വിശ്വാസി സാക്ഷ്യം പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയുന്നത്? നമ്മൾ പറയുന്ന പോലെ തന്നെയായിരിക്കും പറയുന്നത്. കാരണം കർത്താവ് എന്നെ അത്ഭുതകരമായിട്ട് എന്ത് ചെയ്തു? നടത്തി. എന്റെ ആവശ്യങ്ങളൊക്കെ ദൈവം എന്ത് ചെയ്തു? നടത്തി തന്നു. ഇപ്പോ നമുക്ക് മുട്ടില്ല, ഒന്നിനും മുട്ടില്ലാതെ വണ്ണം ദൈവം എന്നെ നടത്തുന്നുണ്ട്. മക്കളുടെ വിവാഹങ്ങളൊക്കെ നടന്നു, താമസിക്കാനൊരു വീടുണ്ട്, അല്ലെങ്കിൽ ജോലിയുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ സഭ പറയുന്നത് തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഭൗതിക നന്മകളുടെ ഒരു വലിയ ലിസ്റ്റാണ് പറയുന്നത്. ഇതെല്ലാം ഉള്ള കാര്യവുമാണ്. ഇതൊന്നും കള്ളത്തരമല്ല, ഇതെല്ലാം ഉള്ള കാര്യമാണ്, അവർക്ക് ലഭിച്ച കാര്യമാണ്. പക്ഷെ എന്തില്ല, ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ആരില്ല? അല്ലേ? അതെന്തൊരു വസ്തുതയല്ലേ? ശ്രദ്ധിച്ചു നോക്കിക്കേ. എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ നമ്മൾ ഈ നാളുകളിലെ സാക്ഷ്യങ്ങൾ, നമ്മൾ യൂട്യൂബ് കേൾക്കുക, മറ്റ് പ്രസംഗങ്ങൾ കേൾക്കുക. പ്രിയമുള്ളവരെ, ഈ പ്രസംഗങ്ങളുടെ എല്ലാത്തിലും വരുന്ന സാക്ഷ്യങ്ങൾ മുഴുവൻ ഏതായിരിക്കും? ഈ പറയുന്ന കാര്യങ്ങളിൽ ഉൾക്കൊണ്ട് നിൽക്കുന്നതായിരിക്കും, അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ ശിവന്റെ കാര്യം പറഞ്ഞപ്പോൾ ദൈവപരം ഒരു ഭൗതികമായ ഒരു നന്മ കൊടുത്തു, സന്തോഷമാണ്. കാരണം അത് കൊടുക്കുമെന്നുള്ളതിന് ഒരു ദൈവവചനമുണ്ട്. എന്താണ്? പരീക്ഷയോടുകൂടെ ദൈവം എന്ത് ചെയ്യുന്നു? നീക്കുപോക്ക് നൽകുന്നു. ഇനി അത് മാത്രമല്ല, ഇവർ രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട്, രക്ഷിക്കപ്പെട്ടവരാണല്ലോ സഭയിൽ. അപ്പൊ രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് മത്തായി സുവിശേഷം 6-ാം അധ്യായം വായിക്കുന്നത്, കർത്താവ് പറഞ്ഞു, സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നു? അല്ലേ? അപ്പൊ രക്ഷിക്കപ്പെട്ട് ദൈവസഭയിലേക്ക് വന്ന ഓരോരുത്തരുടെയും ആവശ്യം ആരറിയുന്നു? കർത്താവ് അറിയുന്നു, അല്ലേ? അപ്പൊ ആവശ്യം അറിയുന്നത് കൊണ്ട് നമ്മുടെ ആവശ്യം ആര് നിറവേറ്റി തരും? കർത്താവ് നിറവേറ്റി തരുന്നു, അല്ലേ? ഇപ്പൊ കുഞ്ഞുങ്ങളുടെ പഠനകാര്യം, ജോലി, വീട്, അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ ഏതായിരുന്നാലും അതിന്റെ മേൽ കർത്താവ് തന്നെയാണ് നിറവേറ്റി തരുന്നത്. പക്ഷെ നമ്മൾ ഓർക്കണം, നമ്മുടെ ഭൗതിക ആവശ്യം നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് അതാണ് ആ ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ തെളിവ് എന്നൊരിക്കലും ചിന്തിക്കാൻ പാടില്ല. അതാണ് നമുക്ക് ഈ സന്ദേശം തരുന്നത്. ഈ വചനം തരുന്ന സന്ദേശം അതാണ്. ഇവിടെ വായിച്ച് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അടുത്ത വാക്യം. നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കയാൽ. അപ്പൊ അവരെന്താണ് ഇപ്പൊ അറിയാതിരിക്കുന്നത്? ആത്മീയ പരാജയം അറിയുന്നില്ല, ആത്മീക ജീവിതത്തിന്റെ പരാജയം അറിയുന്നില്ല. ഭൗതികമായ നന്മകൾ ഉള്ളതുകൊണ്ട് ദൈവം കൂടെ ഉണ്ട് എന്നവർ ചിന്തിക്കുന്നു. പക്ഷെ ദൈവം എവിടെയാണ്? യേശു എവിടെയാണ്? കർത്താവ് പുറത്താണ്.
കേൾക്കണം, നിങ്ങൾ വളരെ ഗൗരവത്തോടെ ഇത് ഓർക്കണം. ഈ വചനം നമുക്ക് ദൈവാത്മാവ് നൽകുന്നത് നാം ചതിക്കപ്പെടാതിരിക്കാനാണ്. നമുക്ക് ചതി പറ്റരുത്, അല്ലേ? അപ്പൊ അവിടെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? നീ നിർഭാഗ്യനാണ്, അരിഷ്ടനാണ്, ദരിദ്രനാണ്, കുരുടനാണ്, നഗ്നനാണ് എന്ന് നീ എന്ത് ചെയ്യുന്നില്ല? നീ അറിയുന്നില്ല. ഇതറിയാതെയാണ് സാക്ഷ്യം പറയുന്നത്. സഭ പറയുന്നതാണ്, ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുന്നത് ഈ ആത്മീയ പരാജയങ്ങൾ അറിയാതെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ടത് ഏതാണ്? ആത്മീയമായി പരാജയപ്പെട്ട് കിടക്കുന്ന മേഖലയിൽ നിന്ന് ഓരോരുത്തരും എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. എന്നിട്ട് ക്രിസ്തു എന്നിൽ ഉണ്ട് എന്നുള്ള ഉറപ്പോടെ ജീവിക്കണം. യേശു അകത്തുണ്ട്, ഇങ്ങനത്തെ വ്യത്യാസം എന്തായിരിക്കും? ക്രിസ്തു ഉള്ളിലുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? കർത്താവ് പറഞ്ഞൊരു വാക്കെന്താ? നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായി സംസാരിക്കുന്നത്. അപ്പൊ വായിൽ കൂടെ പുറത്തേക്ക് വരുന്നത് ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ്. അപ്പൊ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമ്മിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്തായിരിക്കും? ക്രിസ്തുവിന്റെ സ്വഭാവമായിരിക്കും, ക്രിസ്തുവിന്റെ സ്നേഹം. അതുകൊണ്ട് പറയുന്നത്, കേൾക്കുന്നവർക്ക് എന്ത് ലഭിക്കും? അന്നേരം ആത്മീയ വർധന ലഭിക്കും, അല്ലേ? കേൾക്കുന്നവർക്ക് ഇറിറ്റേഷൻ അല്ല വരുന്ന ആത്മീയ വർധന. നാമുമായിട്ട് ഒരാൾ സംസാരിക്കുമ്പോ നമ്മുടെ വാക്കുകൾ കേൾക്കുന്നവർക്ക് ആത്മീയ വർധന ഉണ്ടാകും, അല്ലെ? വിശ്വാസത്തിന്റെ വർധനവുണ്ടാകും, കർത്താവിലേക്ക് ഒന്നുകൂടി അടുക്കാനുള്ള ഉത്സാഹമുണ്ടാകും. പ്രിയമുള്ളവരെ, കാരണം ക്രിസ്തു നമ്മിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടോ? ക്രിസ്തു നമ്മിൽ ഉണ്ടോ? ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന 5 കൂട്ടം കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്കൊന്ന് ധ്യാനിക്കുകയാണ്, അല്ലേ? അവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം ആരാണെന്നാ പറയുന്നത്? നീ നിർഭാഗ്യനാണ്. നിർഭാഗ്യനെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഭാഗ്യമില്ലാത്തവനെന്നല്ലേ? അപ്പൊ ഭാഗ്യാവസ്ഥ എന്താ? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 32-ാം അധ്യായം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 32-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അവിടെ ഒരു ഭാഗ്യവാനെ കുറിച്ച് പറയുന്നുണ്ട്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ ഒരു ഭാഗ്യവാനെ പരിചയപ്പെടുത്തുമ്പോൾ അവിടെ പറയുന്നു, ദാവീദ് തന്റെ അനുഭവത്തോട് ചേർന്നാണല്ലോ ഈ സങ്കീർത്തനമൊക്കെ എഴുതിയിട്ടുള്ളത്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ എങ്ങനെയാണ്? ഭാഗ്യവാൻ. അപ്പൊ എങ്ങനെയാണ് ഒരുവന്റെ ലംഘനം ക്ഷമിച്ച് കിട്ടുന്നത്? ഒരുവന്റെ പാപം മറച്ചു കിട്ടുന്നത് എങ്ങനെയാണ്? അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ അറിയാം. 3-ാം വാക്യം വായിക്കുന്നു, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. 5-ാം വാക്യം, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു. അപ്പൊ എപ്പോഴാണ് ലംഘനം ക്ഷമിച്ച് കിട്ടുന്നത്? ഒരുവന്റെ ലംഘനം ക്ഷമിച്ച് കിട്ടി ആ ഭാഗ്യാവസ്ഥയിലേക്ക് ഒരുവൻ വരുന്നത് എപ്പോഴാണ്? പാപം ഏറ്റുപറയുമ്പോഴാണ്. അപ്പൊ പാപം ഏറ്റുപറയണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? എന്നിൽ പാപമുണ്ടെന്നുള്ള പാപബോധമുണ്ടായിരിക്കണം, അല്ലേ? പാപം എന്റെ ജീവിതത്തിലുണ്ട്, എന്നിൽ അകൃത്യമുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം തരികയാണ്, നമ്മുടെ ആത്മീയ പരാജയങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യം തരികയാണ്. എവിടെയൊക്കെയാണ് തിരുത്തപ്പെടേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ആ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്ന് കർത്താവിനോട് പാപം നമ്മൾ ഏറ്റുപറയുമ്പോ, ചിലപ്പോ വ്യക്തികളോടുള്ള നീരസങ്ങളായിരിക്കാം, ക്ഷമിക്കാതിരിക്കുന്ന കാര്യമായിരിക്കാം, പ്രിയമുള്ളവരെ വൈരാഗ്യം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന കാര്യമായിരിക്കാം, പ്രിയമുള്ളവരെ ലോകസ്നേഹമായിരിക്കാം, അവിശ്വാസമായിരിക്കാം. അത് ഏതൊക്കെയാണെന്ന് ബോധ്യപ്പെടുന്നത് വചനം കേൾക്കുമ്പോഴാണ്. ഓരോരുത്തരിലും വ്യത്യസ്തമായിട്ടാണ് ദൈവം ഇടപെടുന്നത്. പക്ഷെ പാപം ഏറ്റുപറഞ്ഞാൽ ഉറപ്പാണ് എന്ത്? ദൈവം പാപം ക്ഷമിക്കും. അത് ഉറപ്പായ കാര്യമാണ്, അല്ലേ? നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മൾ എന്ത് ചെയ്യും? മക്കളെ, നിങ്ങൾ മുമ്പിൽ ഇരുന്നുകൊണ്ട് ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല,
ഒരു ശുശ്രൂഷയുടെ മുമ്പിലല്ലേ നിങ്ങൾ ഇരിക്കുന്നേ? അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം അത് നമ്മൾ ദൈവത്തെ അവമാനിക്കുന്നതിന് തുല്യമായിട്ട് പോകും കേട്ടോ. രണ്ടുപേരും രണ്ടറ്റത്തായിരിക്കുന്നേ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നോട് ഞാനത് കാണണ്ടേ? കുഴപ്പമില്ല, ഞാൻ കുഞ്ഞുങ്ങളുടെ വഴക്ക് പറയുമല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ, നിങ്ങൾക്കത് നന്മയാണ് കേട്ടോ. ദൈവജനം കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതും നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് പ്രയോജനമാണ്. ഓക്കെ, അപ്പോ പാപം ഏറ്റു പറയണം. പാപം ഏറ്റു പറഞ്ഞാൽ ഉറപ്പാണ് കർത്താവ് എന്ത് ചെയ്യും? പാപം ക്ഷമിക്കും. പാപം ക്ഷമിക്കും. അപ്പൊ പാപം ക്ഷമിച്ചു കിട്ടിയാൽ അവൻ ആരാണ്? ഭാഗ്യവാനാണ്. അപ്പൊ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന വാക്കെന്താണ്? നീ ആരാ? സഭ ആരാന്നാ സഭയോട് പറയുന്നു. നിങ്ങൾ ആരാണെന്നാ പറഞ്ഞേ? നിർഭാഗ്യവാൻ. നിർഭാഗ്യൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പാപം ക്ഷമിച്ചു കിട്ടാത്തവൻ. എന്തുകൊണ്ട് പാപം ക്ഷമിച്ചു കിട്ടുന്നില്ല? പാപം ഏറ്റുപറയുന്നില്ല. പാപബോധം വരുന്നില്ല. എന്തുകൊണ്ട് പാപബോധം വരുന്നില്ല? ഹൃദയം കഠിനപ്പെടുന്നു അല്ലേ? ഹൃദയം കഠിനപ്പെട്ടു. എനിക്ക് കുര്യാക്കോസ് സാറിനോട് ഹൃദയത്തിൽ വിദ്വേഷം ഉണ്ടെന്ന് 1 മണിക്കൂർ ബൈബിൾ ക്ലാസ് കേൾക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ വൈരാഗ്യം ഉണ്ടായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല? ക്ഷമിക്കുന്നില്ല. ഞാൻ പറയുന്നത് അദ്ദേഹത്തോട് ക്ഷമിക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. എന്തിനാ അപ്പൊ ഞാൻ ക്ഷമിക്കണേ? കാരണം പിന്നെ നോക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ലല്ലോ. എനിക്കാണെങ്കിൽ ഞാൻ മെച്ചോടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് ഉയർച്ചയുണ്ട്. പിന്നെ കുര്യാക്കോസ് നോക്കുമ്പോൾ കാണുന്നത് പിന്നെയും പുള്ളി ഇച്ചിരി ബലഹീനനും രോഗിയൊക്കെ ആയിട്ടാണ്. പുള്ളിക്കാണ് തളർച്ച അല്ലേ? ക്ഷമിക്കാത്ത എനിക്ക് ഉയർച്ചയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇനി ക്ഷമിക്കേണ്ട കാര്യവും ഇല്ല അല്ലേ? ഇത് ശ്രദ്ധിച്ചു നോക്കിക്കേ, എവിടെയാണ് കേട്ടോ? സഹോദരങ്ങളെ ശ്രദ്ധിക്കുന്നില്ലേ കാര്യം? അപ്പോ ഭാഗ്യാവസ്ഥ എന്ന് പറഞ്ഞാൽ, നിർഭാഗ്യനെന്ന് പറഞ്ഞാൽ പാപം ക്ഷമിച്ചു കിട്ടാത്ത വ്യക്തിയാണ്. പക്ഷെ പാപം ക്ഷമിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ മല കയറണ്ട. പണ്ടൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി പണം മുടക്കണ്ട. പ്രിയമുള്ളവർ, വേറെ ഒന്നും ചെയ്യണ്ട. ഒറ്റ കാര്യമുള്ളൂ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറയാൻ തയ്യാറായാൽ അല്ലേ? പ്രലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്. 12:14 വചനം വായിക്കുന്നത്, എല്ലാവരോടും ശുദ്ധീകരണം പ്രാപിച്ച് എന്ത് ചെയ്യണം? സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഉത്സാഹിക്കണം. അപ്പൊ ഓരോരുത്തർക്കും ഈ ഉത്സാഹം വേണം. ശുദ്ധീകരണം പ്രാപിക്കാനുള്ള ഉത്സാഹം ഓരോരുത്തർക്കും ഉണ്ടാകണം. അപ്പോ ശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ എന്തോ വേണം? എല്ലാവരോടും സമാധാനം ആചരിക്കണം. അപ്പൊ പിശാച് ചെയ്യുന്ന മാർഗം എന്താണ്? സമാധാനം ആചരിക്കാതിരിക്കാനുള്ള വഴികളൊക്കെ കൊണ്ടുവരും അല്ലേ? ചിലപ്പോ പാസ്റ്ററോടോ വിശ്വാസികളോടോ അല്ലെങ്കിൽ കൂട്ടു സഹോദരങ്ങളോടോ ഒക്കെ ഉള്ള ഈ ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരും. എന്നിട്ടൊരു അകൽച്ച വരികയാണ്, ഹൃദയത്തിൽ അകൽച്ച വരികയാണ് അല്ലേ? നമ്മളാ വായിച്ച ജോയ് പാസ്റ്റർ വായിച്ച കുറിവാക്യം നമ്മുടെ മനസ്സിൽ കിടക്കണം. മനോഹര വസ്തുവിന്റെ മേൽ ശത്രു എന്തിരിക്കുകയാണ്? കൈവച്ചിരിക്കുകയാണ്. എന്താണ് മനോഹര വസ്തു? ക്രിസ്തുവാണ്. ക്രിസ്തുവായിട്ടുള്ള ബന്ധം അകറ്റുന്ന മാർഗം ഏതാണ്? ദൈവമായിട്ടുള്ള ബന്ധത്തെ അകറ്റുന്ന മാർഗം ഏതാ? യെശയ്യാവിന്റെ പുസ്തകം 59:1-2 വാക്യങ്ങളൊന്ന് വായിച്ചേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. പിന്നെ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തെയും നമ്മയും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന കാര്യം എന്താണ്? നമ്മുടെ അകൃത്യം, പാപമാണ് അല്ലേ? അപ്പോ ദൈവവുമായിട്ട് അകൽച്ചയിൽ കഴിയുമ്പോഴും ഭൗതിക കാര്യത്തിൽ കുഴപ്പമുണ്ടോ? അതാണ് വിഷയം അല്ലേ? സഭ പറയുന്നു ഞാൻ സമ്പന്നനാണ്, എന്റെ ഒരു കാര്യത്തിനും മുടക്കില്ല, എല്ലാം നന്നായി നടക്കുന്നു, അതുകൊണ്ട് അനുദപിക്കേണ്ടി വരുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് ദൈവം പ്രിയമുള്ളവരെ നന്മ നൽകുന്നു? അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. കാരണം രക്ഷിക്കപ്പെട്ടവരാണ് സഭയ്ക്കകത്തുള്ളത്. സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവാണ്. ഈ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നു, അവൻ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നു. പ്രിയമുള്ളവരെ, അത് കാണുമ്പോ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ചില പുറയിലേക്ക് നോക്കിയാൽ ദൈവം ചെയ്ത നന്മകൾ എത്രയോ ആണ്. ചിലപ്പോഴൊക്കെ ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ഇതിനൊക്കെ എന്താ യോഗ്യതയുള്ളത്? എന്ത് യോഗ്യതയാ ഉള്ളത് ഇതൊക്കെ പ്രാപിക്കാനായിട്ട്? പ്രിയമുള്ളവരെ, എത്രയോ ആളുകള് സ്നേഹം, അവരുടെ കരുതല് ഒക്കെ അനുഭവിക്കാൻ ഇടയാകുന്നു.
എന്ന് പറയുമ്പോൾ ഞാൻ എന്നിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് പോരായ്മകളാണ്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും ആകാൻ കഴിഞ്ഞിട്ടില്ല. അത് എന്റെ ഭാഗത്ത് എനിക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ദൈവത്തിന് എനിക്ക് എന്തിനാ പുകഴാൻ പറ്റുന്നത്? അല്ലേ, എനിക്ക് എന്തിലാണ് പ്രശംസിക്കാൻ പറ്റുന്നത്? പത്രോസിന്റെ ജീവിതത്തിൽ വലിയൊരു മീൻകൂട്ടം അകപ്പെട്ട് കഴിഞ്ഞപ്പോ പത്രോസ് പറഞ്ഞ കാര്യം എന്താ? ശരിക്കും നമ്മളാണെങ്കിൽ എന്തോ സാക്ഷി പറയും, കർത്താവ് എന്നോട് കരുണ കാണിച്ചു, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടാതിരുന്നു, പക്ഷേ വലിയ മീൻകൂട്ടം അകപ്പെട്ടു, കർത്താവേ അങ്ങേക്ക് 1000 നന്ദി, അങ്ങേക്ക് 1000 സ്തോത്രം എന്ന് പറയും. അതാണ് പത്രോസ് പറഞ്ഞ് സ്തോത്രം ചെയ്യണ്ടേ. പത്രോസ് കർത്താവിന്റെ കാൽക്ക് വീണിട്ട് പറഞ്ഞു, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ. പത്രോസ് എന്നെ മണ്ടത്തരായി പറയുന്നത്, നീ പാപിയാണെങ്കിൽ പിന്നെ നിന്റെ വലയിൽ മീൻ അകപ്പെടാൻ കർത്താവ് പ്രവർത്തിച്ചതെന്താ? നീ പാപിയാണെങ്കിൽ പിന്നെ എന്തിനാ നിന്റെ വലയിൽ വലിയ മീൻ അകപ്പെട്ടെ? പ്രിയമുള്ള, നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന ആ നന്മ സഭ ഓർക്കുന്നത്, പ്രിയമുള്ളവരെ, നമ്മുടെ യോഗ്യത കൊണ്ടോ നമ്മുടെ നേട്ടം കൊണ്ടോ ആണെന്ന്. അതാണ് ഈ ആത്മീക ദാരിദ്ര്യം തിരിച്ചറിയാതെ പോകുന്നത്. കേട്ടോ, പ്രിയക്കാർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നു അല്ലേ? മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഇന്ന് സഭകളിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം അതാണ്. എല്ലാ കാലത്തെക്കാട്ടിലും സഭ ഭൗതികമായിട്ട് ആളുകൾ എന്തായിരിക്കുന്നു? ഉയർച്ചയിലായിരിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ പാപങ്ങളെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ച് ആരും അനുദപിക്കുന്നില്ല. ഞാൻ ഒരിക്കൽ ഒരു അമ്മയും മക്കളുമായിട്ടുള്ള ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കാനഡയിൽ ആ സഹോദരൻ ജോലി ചെയ്യുന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, മോനെ, നിനക്ക് സ്വർഗത്തിൽ പോകണ്ടേ, പാപം ക്ഷമിക്കണ്ടേ, അമ്മയുടെ ഭാഗത്തൊരു തെറ്റ് വന്നത് ശരിയാണ്, നീ അത് ക്ഷമിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോ ആ യവനക്കാരൻ പറഞ്ഞ വാക്കെന്നറിയോ? ഇത് ക്ഷമിച്ചിട്ടുള്ള സ്വർഗമൊന്നും എനിക്ക് വേണ്ട. കാരണം അവൻ ചിന്തിക്കുന്നത് എന്താ? ഞാൻ കാനഡയിൽ നല്ല ജോലി ചെയ്യുന്നു, എനിക്ക് നല്ല വരുമാനമുണ്ട്, നാട്ടിൽ വന്ന് കോടി മുടക്കി നല്ല വീട് വെച്ചു, അപ്പൊ ദൈവം കൂടെ ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമെന്നായി ചോദിക്കുന്നേ. ഇങ്ങനെ ഒരു വലിയ പരാജയത്തിൽ സഭകളായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ശത്രു എന്തിന്റെ മേലാണ് കൈവച്ചിരിക്കുന്നത്? മനോഹര വസ്തു. മനോഹര വസ്തു ഏതാണ്? ക്രിസ്തുവാണ്. ക്രിസ്തുവായിട്ടുള്ള ബന്ധം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ക്രിസ്തു സഭയ്ക്ക് പുറത്തു നിൽക്കുന്നു, ക്രിസ്തു വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് പുറത്തു നിൽക്കുന്നു. പക്ഷേ വ്യക്തിജീവിതങ്ങൾ അത് അറിയുന്നില്ല. എന്തുകൊണ്ട് അറിയുന്നില്ല? ഭൗതിക നേട്ടങ്ങളുടെ വെളിച്ചത്തിൽ. പരിശുദ്ധാത്മാവ് നമ്മോട് ആഴമായിട്ട് ഇടപെടുകയാണ് ഈ കാര്യത്തിൽ. അപ്പോ തിരുവഴുത്ത് പറയുന്നത്, പാപം ക്ഷമിച്ചും പിന്നെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനാണ്. അപ്പോൾ ആ ഭാഗ്യാവസ്ഥ ലഭിക്കാൻ കാരണം എന്താണ്? സങ്കീർത്തനം 32:5 വായിച്ചു, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല, പിന്നെ എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചല്ലേ. ദൈവത്തിന്റെ കൃപ. മക്കളെ, നിങ്ങളിത് ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളെ. ഈ പാപം ഏറ്റുപറയുമ്പോൾ ക്ഷമിക്കുന്നു. മതലിച്ചു നിന്നാലോ? ദൈവം പാപം ക്ഷമിക്കാൻ തയ്യാറാണ്. പക്ഷെ പാപം ദൈവത്തോട് എന്ത് ചെയ്യണം? ഏറ്റു പറയണം അല്ലേ? ദൈവത്തിന്റെ വചനമാണ്. ഗുരുചമ്പാസ്റ്റർ പറയുന്ന ആശയമാണോ? ഒരിക്കലും അല്ല. അപ്പൊ പാപം ഏറ്റു പറയണമെങ്കിൽ പാപം എന്താണെന്ന് മനസ്സിലാക്കണം. ഹൃദയത്തിന്റെ നിലവാരം എന്താണ്? യേശുക്രിസ്തുവായിട്ടുള്ള ബന്ധം എന്താണ്? അത് നാം തിരിച്ചറിഞ്ഞ് നമ്മുടെ കുറവുകളെ ദൈവത്തോട് എന്ത് ചെയ്യണം? ഏറ്റുപറയുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് തരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. സമയം വേഗത്തിൽ പോകുന്നല്ലോ. അതിന്റെ തൊട്ട് താഴോട്ട് പിന്നെ നമ്മൾ വായിക്കുന്നത്, അതു നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും അല്ലേ? കാരണം ഈ തിരിച്ചറിവ് കിട്ടുന്ന ഒരു വ്യക്തി എന്തോ ചെയ്യും? ദൈവത്തോട് പ്രാർത്ഥിക്കും അല്ലേ? എന്നിട്ട് അതിന്റെ 7-ാം വാക്യം പറയുന്നു, നീ എന്റെ മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. എന്ത് ചെയ്യും? സൂക്ഷിക്കും. 6-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കളോളം എന്ത് ചെയ്യില്ല? എത്തുകയില്ല. കവിഞ്ഞു വരുന്ന പോലെ സാഹചര്യം ഉണ്ടാകുന്നേ. പക്ഷെ അവിടെ നിന്നൊക്കെ വിടിവിക്കുന്ന, കാക്കുന്ന ഒരു ദൈവമുണ്ട് അല്ലേ? 8-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും.
പ്രിയമുള്ളവരെ, എത്ര വാഗ്ദത്തമാണ് ദൈവം നൽകുന്നത്. പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പായി നമ്മൾ മുന്നോട്ട് പോകുമ്പോ വചനം പറയുന്ന ഉറപ്പ് കണ്ടോ, ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരും, നീ പോകേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. അല്ലേ? പെരുവെള്ളം കവിഞ്ഞു വരുമ്പോ അത് നിന്റെ അടുക്കലോളം എന്ത് ചെയ്യുകയില്ല, എത്തുകയില്ല. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് മടങ്ങി വരാം. അപ്പോ സഭ പറയുന്നു, ഞാൻ ധനവാൻ സമ്പന്നനാണെന്ന് പറയുമ്പോ കർത്താവ് പറയുന്നത്, നീ ആരാണ്? നീ നിർഭാഗ്യനാണ്. അടുത്ത കാര്യം എന്താ കർത്താവ് പറഞ്ഞത്? അരിഷ്ടനാണ്. അല്ലേ? നീ ആരാണ്? സഭയോട് പറയുകയാണ്, നീ പറയുന്നു നീ ഭാഗ്യവാൻ. കർത്താവ് നോക്കിയിട്ട് പറയുന്നു, നീ ആരാണ്? അരിഷ്ടനാണ്. എന്താണ് അരിഷ്ടൻ എന്ന് പറഞ്ഞാൽ? അരിഷ്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട വാക്യമാണ്. 1 കൊരിന്ത്യർ ലേഖനം 15-19. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്താണ് അരിഷ്ടൻ എന്ന് പറഞ്ഞാൽ? ആരാണ് അരിഷ്ടൻ? ആയുസ്സിൽ മാത്രം, ഈ ആയുസ്സിലെ കാര്യത്തിനു വേണ്ടി മാത്രം എന്ത് ചെയ്യുന്നു? പ്രത്യാശ വെച്ചിരിക്കുന്നു. യേശുവിലാണ് പ്രത്യാശ വെച്ചിട്ടുള്ളത്. യേശുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്, യേശുവിനെയാണ് ആരാധിക്കുന്നത്. പക്ഷെ എന്ത് കാര്യത്തിനു വേണ്ടിയാ? ഈ ആയുസ്സിലെ കാര്യത്തിനു വേണ്ടി മാത്രം. ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ ആയുസ്സിൽ മാത്രം എന്ന് പറയുന്ന അർത്ഥം ഈ ആയുസ്സിലെ കാര്യത്തിൽ പ്രത്യാശ വെക്കേണ്ടെന്നാണോ? ആണോ? അല്ല. ഈ ആയുസ്സിലെ കാര്യങ്ങളിലും പ്രത്യാശ വെക്കണം. അല്ലേ? നമ്മുടെ കാര്യങ്ങൾ, ദൈവം നമ്മുടെ പിതാവാണ്, ദൈവം നമ്മുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കണം. പക്ഷെ അതിനുവേണ്ടി മാത്രമാണ് പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ സകല മനുഷ്യരിലും ആരാണ്? ഞാൻ ചോദിക്കട്ടെ, ഈ ആയുസ്സിന് അപ്പുറത്തൊരു ജീവിതം ഉണ്ടെന്ന് യഥാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പാപം ഏറ്റു പറയാതിരിക്കാൻ പറ്റുമോ? നിരപ്പ് പ്രാപിക്കാതിരിക്കാൻ പറ്റുമോ? അല്ലേ? ഇപ്പൊ നമ്മൾ തിരുവത്താഴത്തിലേക്ക് വരികയാണ്. എന്തിനാണ് തിരുവത്താഴ ശുശ്രൂഷ ദൈവസഭയിൽ വെച്ചിരിക്കുന്നത്? വചനം പറയുന്നു, അപ്പം ഭക്ഷിക്കുമ്പോൾ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ എന്താണ്? കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് എന്താകും? അയോഗ്യതയോടെ ഭക്ഷിക്കുന്നതിലൂടെ കുറ്റക്കാരായി മാറുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരും ഈ അപ്പം മുറിക്കുമ്പോൾ നാം പരസ്യമാക്കുന്ന ഒരു കാര്യം എന്താണ്? ഈ അപ്പം ഒന്നായിരിക്കുന്നത് പോലെ പലരായ ഞങ്ങൾ ഒരു ശരീരമാണെന്നാണ്. ഞങ്ങൾ ഒരു ശരീരമാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്പം മുറിക്കുന്നത്. അപ്പൊ പ്രിയമുള്ള ഓർക്കണം, ഒരു ശരീരമാണെന്ന് പറയത്തക്കവണ്ണമുള്ള ബന്ധമാണോ നമുക്കുള്ളത്? അങ്ങനെ ആ ബന്ധത്തിൽ എവിടെയെങ്കിലും ഉലച്ചിലുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറയാനും വ്യക്തികളോട് ബന്ധം ശരിയാക്കാനും ഉത്സാഹിക്കണം. വ്യക്തികളോടുള്ള ബന്ധങ്ങൾ എന്താകണം? അല്ലേ? ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ വലിയ മാനുഷികമായിട്ടൊക്കെ ജഡത്തിലുണ്ടായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ ഞാനും ചിന്തിക്കുന്നുണ്ട്. ഇനി മിണ്ടുന്നില്ല, അല്ലെങ്കിൽ ഇനി സംസാരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാവുന്ന പോരാട്ടം എൻ്റെയും ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അന്നേരമൊക്കെ ഈ വചനം നമ്മുടെ ഉള്ളത്തെ കുത്തും. അല്ലേ? വചനം നമ്മുടെ ഉള്ളത്തെ മുറിപ്പെടുത്തും. എന്താണ്? കർത്താവിന്റെ മേശയിൽ നാം പങ്കുകാരാകുമ്പോൾ പ്രിയമുള്ളവരെ, ഈ അപ്പം ഒന്നാകുന്നത് പോലെ പലരായ നാം ഒരു ശരീരം. പോകട്ടെ. അപ്പോൾ നമ്മളവിടെ വായിച്ചത്, ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും ആരാണ്? അരിഷ്ടന്മാരാണ്. സങ്കീർത്തനങ്ങൾ 17-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടിവിക്കണമേ. അവരുടെ ഓഹരി ഈ ആയുസ്സിലത്രേ. ഈ ആയുസ്സിലത്രേ. നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. ആരുടെ സമ്പത്ത് കൊണ്ട്? ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നവരുടെ വയറ് ആരാ നിറയ്ക്കുന്നേ? ദൈവം. അല്ലേ? ദൈവം വേണമെങ്കിൽ ചെയ്യായിരുന്നു. അല്ലേ? കാരണം നീ എന്തായാലും ഈ ആയുസ്സിലെ കാര്യത്തിൽ മാത്രമല്ലേ പ്രത്യാശ, അതുകൊണ്ട് നീ കുറച്ചു ദിവസം പട്ടിണി കിടക്ക്, നിനക്ക് ആഹാരം ഇല്ല എന്നാണോ ദൈവം പറഞ്ഞേ? നിങ്ങളാ വാക്കൊന്നും വായിച്ചു ശ്രദ്ധിച്ച് 14-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ. ലൗകിക പുരുഷന്മാരുടെ വശത്ത് നിന്നതൊരു പ്രാർത്ഥനയാണ്. ലൗകിക പുരുഷന്മാരുടെ വശത്ത് നിന്ന്
വിവശീല വാക്യം ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. ഒരു മിനിറ്റ്. കർത്താവേ സ്തോത്രം. അതിങ്ങനെയാണ്: ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ. അങ്ങ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നവ കൊണ്ട് അവരുടെ വയറ് നിറയട്ടെ. അവരുടെ സന്തതികൾക്കും സമൃദ്ധമായി ലഭിക്കട്ടെ. മിച്ചമുള്ളത് അവരുടെ പേരക്കിടാങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കട്ടെ. നിങ്ങളെ വാക്ക് ശ്രദ്ധിച്ചോ? അപ്പൊ ദൈവം എന്താ പറയുന്നേ? തിരുവെടുത്ത് പറയുന്നത്, ലൗകിക പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഈ ആയുസ്സിലെ കാര്യത്തിൽ മാത്രം എന്ത് ചെയ്തിരിക്കുന്നു? ആശ്രയിച്ചിരിക്കുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ ദൈവം ചെയ്യുന്നു. അവരുടെ വയറ് നിറയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ വയറ് നിറഞ്ഞതുകൊണ്ടോ ഭൗതിക കാര്യങ്ങൾ നടന്നതുകൊണ്ടോ ദൈവമായിട്ടുള്ള ബന്ധം ശരിയായെന്നാണോ അതിന്റെ അർത്ഥം? അതിക്കില്ലവല്ല. പക്ഷെ ലവോദിക്ക സഭ എന്താ ചിന്തിച്ചേ? ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു. ഈ നൂറ്റാണ്ടിലെ ദൈവസഭകളും എന്ത് ചിന്തിക്കുന്നു? കാരണം പ്രിയമുള്ളവരെ, വ്യക്തിബന്ധങ്ങൾ അകലുകയാണ്, അല്ലേ? ഓരോ സഭയ്ക്കകത്ത് വിഷയങ്ങളുണ്ടാകുന്നു. ക്ഷമിക്കാൻ പറ്റാതെ വണ്ണം കർത്താവ് നമ്മോട് ക്ഷമിച്ചതൊക്കെ മറക്കുകയാണ്. വ്യക്തികളോട് ക്ഷമിക്കാൻ കഴിയാതെ വണ്ണം ഹൃദയങ്ങൾ കഠിനപ്പെടുകയാണ്. ആത്മീയമായി വളരാൻ കഴിയാതെ പോകുന്നു. ഭൗതികമായ വളർച്ചകളിൽ മാത്രം തൃപ്തിപ്പെട്ടു പോകുന്നു. തിരുവെടുത്ത് പറയുകയാണ്, ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും ആരാണ്? അരിഷ്ടന്മാരാണ്. അപ്പോൾ നമ്മുടെ പ്രത്യാശ ഏതിലായിരിക്കണം? ഏറ്റവും അധികം നാം പ്രത്യാശ വയ്ക്കുന്ന ഏതിലാണ്? കർത്താവിലാണ്. കർത്താവിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ അർത്ഥം എന്താ? ഈ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ പ്രധാന കാര്യം എന്നറിയാമോ? പുനരുത്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. മരണം മനുഷ്യ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, അല്ലേ? രോഗങ്ങളോ ക്ലേശങ്ങളോ, പലരും രോഗങ്ങളോ ക്ലേശങ്ങളോ വരുമ്പോൾ മാത്രമായിട്ട് നിരപ്പാകുന്ന ആളുകളുണ്ട്. ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പാണ്, ഏത് സാഹചര്യങ്ങൾ കടന്നു വന്നാലും കർത്താവ് എന്നോട് കൂടെയുണ്ട്. അതാണ് 46-ാം സങ്കീർത്തനം, അല്ലേ? ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അപ്പോൾ അരിഷ്ടൻ ആരാണ്? ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്താണ്? വെളിപ്പാട് പുസ്തകത്തിൽ അരിഷ്ടൻ, പിന്നെ ദരിദ്രൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദരിദ്രനാണ്. പ്രിയമുള്ളവരെ, ദരിദ്രൻ എന്ന് പറയുമ്പോ ഭൗതികമായിട്ടല്ലാന്ന് വ്യക്തമായി, അല്ലേ? എന്താ കാരണം? ഭൗതിക ദാരിദ്ര്യം അല്ലാന്ന് വ്യക്തമാവാൻ കാരണം എന്താ? പറഞ്ഞോ? അത് തന്നെ, ഒന്നിനും അവർ തന്നെ പറഞ്ഞു, ഞാൻ ധനവാൻ സമ്പന്നനാ, എനിക്ക് ഒന്നിനും. അപ്പൊ ഈ ദരിദ്രൻ എന്ന് പറയുന്നത് ഭൗതിക ദാരിദ്ര്യം അല്ല. അപ്പൊ പിന്നെ ഏത് ദാരിദ്ര്യമാണ്? ആത്മീക ദാരിദ്ര്യമാണ്. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല? ആത്മീകമായി തങ്ങൾ ദരിദ്രരാണെന്ന് അവര് അറിയുന്നില്ല, അല്ലേ? ആത്മീകമായ ദാരിദ്ര്യം അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. അപ്പൊ ആത്മീക ദാരിദ്ര്യം മാറുമ്പോൾ നമുക്കൊരു ആത്മീയ വളർച്ചയാണ് ഉണ്ടാകുന്നത്. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. പിന്നെ അവർ അറയ്ക്കത്തക്കവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരുമാകുന്നു. ഇത് സഭയ്ക്കകത്തോ പുറത്തോ ഈ ആളുകൾ അകത്ത്, അല്ലേ? അവര് ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? യാതൊരു നല്ല കാര്യത്തിനും കൊള്ളുകയില്ല, അല്ലേ? യാതൊരു നല്ല കാര്യത്തിനും കൊള്ളുകയില്ലെന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ കൊള്ളാകുന്നേ?
എന്നൊരു ചോദ്യം ഉണ്ടാകും അല്ലേ? യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം ജനത്തോട് പറയുന്നൊരു വാക്കുണ്ട്. അത് യിരെമ്യാവിന്റെ പുസ്തകം എല്ലാവരും എടുക്കാമോ? 4-ാം അധ്യായം 22-ാമത്തെ വാക്യം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 22-ാമത്തെ വാക്യം എല്ലാവരും ഒന്ന് എടുത്തിട്ട് ഒന്ന് ഉറക്കെ വായിക്കണേ. എന്റെ ജനം ഭോഷന്മാർ. ആരാണ് ഭോഷന്മാർ? ദൈവത്തിന്റെ ജനം. ദൈവം പറയാ എന്റെ ജനം അപ്പൊ ആരായിരിക്കുന്നു? ഭോഷന്മാർ. പിന്നെ അവർ എന്നെ അറിയുന്നില്ല. അവർ എന്നെ അറിയുന്നില്ല. പിന്നെ അവർ ബുദ്ധികെട്ട മക്കൾ. അവർ ബുദ്ധികെട്ട മക്കൾ. പിന്നെ അവർക്ക് ഒട്ടും ബോധമില്ല. അവർക്ക് ഒട്ടും ബോധമില്ല. പിന്നെ ദോഷം ചെയ്യുവാൻ അവർ സമർത്ഥന്മാർ. നമ്മള് തീത്തോസിന്റെ ലേഖനത്തിൽ വായിച്ചത് എന്താ? യാതൊരു നല്ല കാര്യത്തിനും അവർക്ക് കൊള്ളുകയില്ല. ഇവിടെ പറയുന്നത് എന്താണ്? ദോഷം ചെയ്യാൻ അവരാരാണ്? സമർത്ഥന്മാരാണ്. അടുത്ത വാക്യോ? നന്മ ചെയ്യുവാനോ അവർക്ക് അറിഞ്ഞുകൂടാ. യാതൊരു നല്ല കാര്യത്തിനും കൊള്ളുകയില്ല, പക്ഷെ എല്ലാ തിന്മയ്ക്കും എന്ത് ചെയ്യാം? കൊള്ളുവെന്നേ പറയുന്നത് അല്ലേ? ഉള്ള വാക്ക് ശ്രദ്ധിച്ചു നോക്കിക്കേ. ദോഷം ചെയ്യാൻ അവർ സമർത്ഥന്മാർ, നന്മ ചെയ്യാനോ അവർക്ക് അറിഞ്ഞുകൂടാ. അവർ ഭോഷന്മാർ, അവർ എന്നെ അറിയുന്നില്ല, അവർ ബുദ്ധികെട്ട മക്കൾ, അവർക്ക് ഒട്ടും ബോധമില്ല. അവർക്ക് ഒട്ടും ബോധമില്ലെന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്പൊ സഭയോട് നിങ്ങൾ ബോധമില്ലാത്തവരാന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കൂ? ഈ ബോധമില്ലാത്തവർ പിന്നെ എങ്ങനെയാ ധനവാനായത്? സൂസനെ, ബോധമില്ലാത്തയാൾക്ക് ധനവാനാൻ പറ്റുമോ? കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. നന്നായി വിളഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? അതിന്റെ കളപ്പുരകളൊക്കെ പൊളിച്ചു. അവൻ പറഞ്ഞു, ഞാൻ കളപ്പുരകളൊക്കെ പൊളിച്ചു കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ പറയും, നിനക്ക് അനേക നാളുകൾക്കുള്ളത് നീ സമ്പാദിച്ചു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട് എന്താ ദൈവം പറഞ്ഞത്? മൂഢ. അല്ലേ? ഈ ധനവാൻ ബുദ്ധിയില്ലാത്തവനാണോ? ബുദ്ധിയില്ലാത്തവനാണെങ്കിൽ ഇത്രയും സംവിധാനം ഒരുക്കുമോ? പക്ഷെ അവൻ ബുദ്ധിയില്ലാത്തവനാണ്. കാരണം നിത്യതയ്ക്ക് വേണ്ടി കരുതിയില്ല. ആരാണ് ബുദ്ധിമാൻ? ദൈവമക്കളെ, ആരാണ് ബുദ്ധിമാൻ? എന്തിനാ നമുക്ക് കൂട്ടായ്മ? എന്തിനാ നമ്മൾ സഭായോഗത്തിൽ വരുന്നത്? അല്ലെ, എന്തിനാ വചനം കേൾക്കുന്നത്? നമുക്ക് വേണ്ടിയത് ആത്മീയ സമ്പന്നതയാണ്. നമുക്ക് ആത്മീയ വളർച്ചയാണ് വേണ്ടിയത്. ക്രിസ്തുവിൽ വളരണം. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ നിലനിൽക്കണം. ക്രിസ്തുവിന്റെ സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തണം. അതിനുള്ള വചനങ്ങളാണ് ദൈവം തരുന്നത്. പക്ഷെ പിശാച് അതിന്റെ മേൽ കൈവയ്ക്കുകയാണ്. ഈ വചനമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഗ്രഹിക്കാൻ പറ്റാത്ത നിലയിൽ നമ്മെ എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സ് അടച്ചു കളയുകയാണ്. ഒരിടത്തു മാത്രമല്ല, എല്ലായിടത്തും. അതുകൊണ്ട് നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ശത്രു ദൈവസഭയുടെ മനോഹര വസ്തുവായിരിക്കുന്ന ക്രിസ്തുവായിട്ടുള്ള ബന്ധം അകറ്റാൻ കൈവയ്ക്കുന്നു. ഇവിടെ നാം വായിക്കുന്നത്, അവർക്ക് ബുദ്ധികെട്ട മക്കൾ, അവർക്ക് ഒട്ടും ബോധമില്ല. അല്ലേ? ചിലപ്പോഴൊക്കെ ആളുകൾ പറയും, എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഈ പല സ്ഥലത്തൊക്കെ പോകുന്ന പലരായിട്ട് ഇടപെടുമ്പോഴേ. അപ്പോ ഒരിക്കൽ ഒരാൾ പറഞ്ഞതാണ്, സഭ വലിയ കാര്യമൊക്കെ പറയുന്നു, അവരാരെയും എന്ത് ചെയ്യുന്നില്ല, സഹായിക്കുന്നില്ല, കുറ്റപ്പെടുത്തുക, സഹായിക്കുന്നില്ല. അപ്പൊ ഞാനിത് പറഞ്ഞ ആളെ ചിന്തിച്ചു, ഇത് പറഞ്ഞ ആൾ ഒന്നും സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ സഹായിക്കാൻ പറ്റുന്നത്? ഒരു സഭ ഒരാളെ സഹായിക്കണമെങ്കിൽ സഭയിൽ എന്തുണ്ടാകണം? സഭയിൽ എന്തെങ്കിലും ഉണ്ടാകണ്ടേ? അപ്പൊ സഭയിൽ ഉണ്ടെങ്കിലല്ലേ സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പറയുന്ന ആൾക്ക് എന്തില്ല? ഒട്ടും ബോധമില്ല. എന്തെങ്കിലും ബോധം ഉണ്ടെങ്കിൽ പറയൂ. അപ്പൊ ഞാൻ പറയുകയാണ്, എന്നെ നിങ്ങൾ ആരും സഹായിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, ഞാൻ സഭയിൽ നിന്ന് വേണ്ട സഹായിക്കാനായിട്ട്. അപ്പൊ സഭയിൽ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാനൊന്നും ചെയ്യുന്നില്ല. പിന്നെ എന്നെ സഹായിക്കണമെന്ന് എങ്ങനെ എനിക്ക് പറയാൻ കഴിയും? ഇനി ആ ഒരു സഹായം തന്നാൽ എനിക്ക് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? മനസാക്ഷി ഉണ്ടെങ്കിൽ പറ്റുമോ? പ്രിയമുള്ളവരെ, ആ വിധവ ഇട്ടത് അതിന്റെ തുകയുടെ വലുപ്പം കൊണ്ടാണോ കർത്താവ് പറഞ്ഞത്? ആണോ? അല്ല, തുകയുടെ വലുപ്പമല്ല, അവളുടെ ആത്മാർത്ഥതയാ കണ്ടത്. അല്ലേ? കർത്താവിനോടുള്ള സ്നേഹമാണ് കണ്ടത്. അവൾ തനിക്കുള്ളതൊക്കെ ഇട്ടു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കൊടുക്കുന്ന തുകയുടെ വലുപ്പം നോക്കിയൊന്നുമല്ല കർത്താവ് അനുഗ്രഹിക്കുന്നത്, ഒരിക്കലുമല്ല. കർത്താവ് മനസ്സാ കാണുന്നത്. അല്ലെ ഞാൻ പറഞ്ഞു വന്നത്? നിങ്ങളെ വായിച്ചു ഒന്നുകൂടെ വായിച്ചു നോക്കി. എന്റെ ജനം ആരാണ്? ഭോഷന്മാർ. പിന്നെ അവർ എന്നെ അറിയുന്നില്ല. ഇത് പറയുന്നത് ആരാ? കുര്യാച്ചൻ പാസ്റ്റർ, ഇത് പറയുന്നത് ആരാ?
ഹൃദയത്തെ അറിയുന്ന ദൈവമാണ് പറയുന്നത്. അവരെന്നെ അറിയുന്നില്ല. പിന്നെ അവർ അവർ ബുദ്ധികെട്ട മക്കൾ. അവർക്ക് ഒട്ടും ബോധമില്ല. ദോഷം ചെയ്യുവാൻ അവർ സമർത്ഥന്മാർ. ദോഷം ചെയ്യാൻ അവർ സമർത്ഥന്മാരാണ്. പിന്നെ നന്മ ചെയ്യുവാനോ അവർക്ക് അറിഞ്ഞുകൂടാ. 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം കൊണ്ടൊന്ന് വായിച്ചു. യിരെമ്യാവ് 5:3. യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? ദൈവം എന്താ നോക്കുന്നത്? ദൈവം നോക്കുന്നത് എന്താ? വിശ്വസ്തതയാ. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വിശ്വസ്തതയാ. പ്രിയമുള്ളവരെ, നമ്മൾ കൊടുക്കുന്നതിന്റെ വലുപ്പമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. ദൈവം നോക്കുന്നത് വിശ്വസ്തതയാണ്. അല്ലേ? വിശ്വസ്തത. അടുത്ത വാക്കെന്താ? നീ അവരെ അടിച്ചുവെങ്കിലും അവർ വേദനപ്പെട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ ഈ വചനം എന്നെ വായിച്ച് ഇങ്ങനെ ഇരുന്നു കുറെ നേരം, കുറച്ച് സമയം. എന്നാന്നറിയോ? നീ അവരെ അടിച്ചു എങ്കിലും അവരെന്ത് ചെയ്തില്ല എന്ന്? വേദനപ്പെട്ടില്ല. കർത്താവ് ചില ശിക്ഷണകൾ തരുന്നുണ്ട്, പക്ഷെ നമുക്ക് എന്തുണ്ടാകുന്നില്ല? വേദന ഉണ്ടാകുന്നില്ല. അതങ്ങനെയൊക്കെ ഉണ്ടാവൂന്നേ, അല്ലേ? വേദനപ്പെടുന്നില്ല. നീ അവരെ അടിച്ചു എങ്കിലും അവർ വേദനപ്പെട്ടില്ല. പിന്നെ അപ്പോ ഇതിനു വേണ്ടി അടിച്ചത് വേദനിക്കാനാണ്. നമ്മൾ എന്തിനാ കുഞ്ഞുങ്ങളെ അടിക്കുന്നത്? ഫോർമാലിറ്റിക്ക് വേണ്ടിയാണോ? അല്ല. കുഞ്ഞുങ്ങൾക്ക് വേദന ഉണ്ടാകാം, പക്ഷെ അവർക്ക് വേദന ഇല്ല, അല്ലെ? വേദനപ്പെട്ടില്ല. പിന്നെന്താണ്? നീ അവരെ ക്ഷയിപ്പിച്ചുവെങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളാൻ മനസ്സില്ലായിരുന്നു. പിന്നെ അവർ തങ്ങളുടെ മുഖം പാറയേക്കാൾ കടുപ്പമാക്കി. നമുക്ക് ആ ഭാഗങ്ങൾ വിടാം, വേഗം ആ പറഞ്ഞത് അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, അപ്പോ 3 കാര്യങ്ങളാണ് ചിന്തിച്ചത്. ഒന്ന്, കർത്താവ് പറയുന്നു നീ നിർഭാഗ്യനാണ്, അരിഷ്ടനാണ്, ദരിദ്രനാണ്. 4-ാമത്തെ കാര്യം എന്താണ്? വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് കുരുടനാണ്. വിശദീകരിക്കുന്നില്ല. നിങ്ങൾ ഒരു വാക്യം കുറിച്ചു വെച്ചാൽ മതി. 2 പത്രോസ് 1:9. ഇവയില്ലാത്തവനോ കുരുടനത്രേ. കുറിച്ചു വെച്ചിട്ട് മുകളിലേക്ക് വായിക്കണം. മുകളിൽ പറയുന്ന വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും കൂട്ടിക്കൊള്ളുവീൻ എന്ന് പറയുമ്പോൾ ആത്മീയമായി വളർച്ചയില്ലാത്തവൻ. ഇങ്ങനെയാ വളരേണ്ടത്. ഈ വളർച്ചയില്ലാത്തവൻ ആരാണ്? കുരുടനാണ്, അല്ലേ? പക്ഷെ സഭ അറിയുന്നുണ്ടോ? സഭ അറിയുന്നില്ല. സഭ പറയുന്നത് എന്താണ്? ഞാൻ സമ്പന്നനാണ്, ധനവാനായിരിക്കുന്നു. 5-ാമത്തെ കാര്യം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. 5-ാമത്തെ കാര്യം എന്താണ്? നഗ്നൻ, അല്ലേ? സഭ, കർത്താവ് പറയാണ് ഞാൻ ആരാണ്? പക്ഷെ നഗ്നനാണെന്നുള്ള കാര്യവും സഭ അറിയുന്നില്ല. പ്രിയമുള്ളവർ, ഏതൻ തോട്ടത്തിലാണ് നമ്മൾ ഈ ചിത്രം കാണുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. പാപം ചെയ്തു കഴിഞ്ഞപ്പോ അവർക്ക് എന്ത് മനസ്സിലായി? തങ്ങൾ നഗ്നരാണെന്ന് മനസ്സിലായി. അപ്പൊ ഉടനെ അവരെന്ത് ചെയ്തു? ഉടനെ ചെയ്ത കാര്യം എന്താ? അതിനൊക്കെ മാർഗം ഞങ്ങളുടെ കയ്യിൽ ഉണ്ട്, അല്ലേ? അവർ അത്തിയില കൊണ്ട് ചിലപ്പോൾ ആരായിരിക്കും അത് ചെയ്ത് കാണാൻ സാധ്യതയുള്ള ഹോവയായിരിക്കും, അല്ലേ? കാരണം തുന്നാനൊക്കെ ആയിട്ട് വളരെ വിദഗ്ധമായിട്ട് അത്തിയില പറിച്ചെന്ത് ചെയ്ത് കൂട്ടി തുന്നി നല്ല ഒരു അരയാട ഉണ്ടാക്കി. എന്തോ അതിന്റെ അർത്ഥം എന്താ? തങ്ങളുടെ സ്വയനീതി കൊണ്ട് തങ്ങളുടെ നഗ്നത എന്ത് ചെയ്യാണ്? മറയ്ക്കുകയാണ്, അല്ലേ? ഞാനൊരു പാസ്റ്ററാണ്, ഞാൻ വചനമൊക്കെ നിങ്ങളോട് പറയുന്നു. എന്റെ ആ സ്വയനീതി വെച്ച് ഞാൻ എന്റെ നഗ്നത എന്ത് ചെയ്യാണ്? ഞാനും മറയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ നഗ്നത മറയ്ക്കുന്ന സ്വയനീതി എത്ര സമയത്തേക്ക് നിൽക്കും? വെയിൽ ഉദിച്ചപ്പോ എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുമോ ഈ നീതി കൊണ്ട്? അല്ലേ? നഗ്നരാണെന്ന് കണ്ടു, അരയാടെ ഉണ്ടാക്കി മറച്ചു. ദൈവം ഇറങ്ങി വന്നപ്പോ ആദമും ഹവയും ഓടി തോട്ടത്തിൽ എന്ത് ചെയ്തു? വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ മാനുഷികമായിട്ടുള്ള ഒരു നീതി കൊണ്ട്, ഞാൻ പറയുകയാണ്, 24-ാം വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, അപ്പുറം ഇപ്പുറം എന്നൊക്കെ പറഞ്ഞ കർത്താവ് പറയും നിന്റെ നീതി പ്രവൃത്തി മുഴുവൻ എന്താണ്? കറപുരണ്ട തുണി പോലെയാണ്, അല്ലേ? എന്റെ നീതി കൊണ്ട്, അങ്ങനെ നീതി കൊണ്ട് സ്വർഗത്തിൽ എത്താമായിരുന്നെങ്കിൽ പിന്നെ യേശു വരേണ്ട കാര്യമുണ്ടോ? അല്ലേ? നമുക്കൊക്കെ ഒരു സ്വയനീതി വരുന്നുണ്ടോ? ഞാൻ കുറച്ചുകൂടെ മെച്ചമാണ്, ഞാൻ ആളെക്കാച്ചിലൂടെ മെച്ചമാണ്. അല്ല പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ആ വ്യക്തിയേക്കാൾ ഞാൻ മെച്ചമാണെന്ന് കരുതുന്നത് ശരിയായിരിക്കാം, പക്ഷെ എന്നിലുള്ള കുഴപ്പം വേറൊന്നായിരിക്കാം. ഞാൻ ഒരിക്കൽ ബാബു ചെറിയാൻ പാസ്റ്റർ പറഞ്ഞ ഒരു ഉദാഹരണം പിന്നീട് പല ദേവദാസന്മാരത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ട് കാണും.
വളരെ ചിന്തനീയമാണ്. ഒരു മനുഷ്യൻ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറി. അപ്പോ തിരക്കുള്ള സമയമായതുകൊണ്ട് പെട്രോൾ പമ്പിന്റെ ഉടമ തന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണ് ഈ പെട്രോൾ അടിക്കാൻ വന്ന ആ വണ്ടിയുടെ ഡോറ് തുറന്നു വെച്ചേക്കുവാണല്ലോ, വിലപിടിപ്പുള്ള ഫോൺ അവിടെ വെച്ചിട്ട് താൻ പെട്ടെന്ന് അങ്ങനെ എണ്ണയടിച്ചു കഴിഞ്ഞപ്പോ പ്രിയമുള്ളവർ പൈസ വാങ്ങി അവര് ഡോറടച്ച് അവര് മുന്നോട്ട് പോയി. ഇദ്ദേഹം ഈ പമ്പിന്റെ ഉടമ ഈ ഫോൺ എടുക്കാൻ മറന്നുപോയി, മറ്റവരും കണ്ടില്ല. കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തോ കാര്യത്തിന് വേണ്ടി ബാക്ക് സീറ്റിൽ നോക്കിയപ്പോഴാണ് ഒരു ഫോൺ ഇരിക്കുന്നത്. വിലപിടിപ്പുള്ള ഒരു ഫോണാണ്. ഭാര്യയും ഭർത്താവുമാണ് വണ്ടിയിൽ ഫ്രണ്ട് സീറ്റിലിരിക്കുന്നു. അവരിങ്ങനെ ചിന്തിച്ചത് ആരുടെ ആയിരിക്കാം. അപ്പൊ അവർ ഓർത്തത് പെട്രോൾ പമ്പിൽ അല്ലാതെ വേറെ ഒന്നും ഈ വണ്ടി നിർത്തിയിട്ടില്ല, അത് അവിടെ ആരുടെയെങ്കിലും ആയിരിക്കും. ഇവര് വേഗം വണ്ടി തിരിച്ച് പെട്രോൾ പമ്പിൽ വന്നു. പമ്പിന്റെ ഉടമസ്ഥനോട് ചോദിച്ചു, ഇങ്ങനെ ഞങ്ങൾ ഇവിടെയാണ് വണ്ടി നിർത്തിയത്, ആരുടെയെങ്കിലും ഇങ്ങനെ മൊബൈൽ ഫോൺ പോയിട്ടുണ്ടോ, ഇങ്ങനെ വണ്ടിക്കകത്തൊരു. ഇദ്ദേഹം ഫോൺ നഷ്ടപ്പെട്ട, വളരെ വിലപിടിപ്പുള്ള ഫോൺ നഷ്ടപ്പെട്ട വിഷയത്തിൽ ഇങ്ങനെ ആശങ്കപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുകയാണ്. എവിടെ അന്വേഷിക്കും ഒക്കെ ചിന്തിച്ച് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. ഈ മനുഷ്യനെ കെട്ടിപ്പിടിച്ചു. നിങ്ങൾ എത്ര വിശ്വസ്തനാണ്, ആരും ഇത് ചെയ്യില്ല, നിങ്ങൾ തിരിച്ചു വന്നല്ലോ, എന്നെ തിരികെ ഏൽപ്പിച്ചല്ലോ. ഈ ഇപ്രകാരമുള്ള നന്മ ചിലരിൽ മാത്രം ഒതുങ്ങി നിൽക്കല്ലേ, എനിക്ക് നിങ്ങളൊരു ഫോട്ടോ എടുക്കണം, ഇത് പത്രത്തിൽ കൊടുക്കണം, ഇത് പരസ്യപ്പെടുത്തണം, അനേകരിത് മാതൃകയാക്കണം എന്ന് പറഞ്ഞപ്പോ ഈ ദമ്പതികൾ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. അദ്ദേഹം നിർബന്ധമായിട്ട് പറഞ്ഞപ്പോ പ്രിയമുള്ളവരെ ഇവര് ഒഴിഞ്ഞുമാറി. അവസാനം ഇവർക്ക് പറയേണ്ടി വന്നു, ഇദ്ദേഹത്തിന് എന്റെ കൂടെയുള്ളത് എന്റെ ഭാര്യയല്ലെന്ന്. കൂടെയുള്ളത് ഭാര്യയല്ല. അപ്പൊ ഏതിൽ വിശ്വസ്തനാണ്? ഇപ്പോ മറ്റൊരാളുടെ സാധനം സ്വന്തമാക്കുന്ന കാര്യം അത് വേണ്ട, എനിക്ക് ആരുടെയും വേണ്ട. പക്ഷേ മറ്റൊന്നിൽ എന്താണ്, അതിനേക്കാൾ തകരാറിലാണ് അല്ലേ? നമ്മൾ ഓർക്കുമ്പോ ഞാൻ നോക്കുന്നു, ത്യാസോറിനേക്കാൾ ഞാനത് മെച്ചമാണ്. അവർ പക്ഷേ ത്യാസോറിനുള്ള കുറവ് എന്നിൽ അങ്ങനെ ഇല്ലായിരിക്കാം, പക്ഷെ എന്നിലുള്ളത് വേറെ ഒന്നായിരിക്കാം അല്ലേ? നമ്മുടെ നീതി എല്ലാം ദൈവത്തിന്റെ മുമ്പിൽ എന്താണ്? കറപുരണ്ട തുണി പോലെയാണ്. കർത്താവ് പറഞ്ഞു, നീ നഗ്നനാണ്, നിന്റെ നഗ്നത വെളിവാകാതെ വണ്ണം മറയ്ക്കേണ്ടതിന് നീ എന്ത് ചെയ്യണം? വെള്ളയുടുപ്പ് എന്നോട് വിലയ്ക്ക് വാങ്ങണം. പ്രിയമുള്ളവരെ, വിലയ്ക്ക് വാങ്ങണമെന്ന് പറഞ്ഞപ്പോ ആ വെള്ളയുടുപ്പ് നീതിയുടെ വസ്ത്രത്തെ കാണിക്കുകയാണ്. അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കിടിപ്പിച്ചിരിക്കുന്നു. കർത്താവ് തന്ന ഈ നീതിയുടെ വസ്ത്രം കൊണ്ടല്ലാതെ ഒരാൾക്കും ദൈവസന്നിധിയിലെത്താനായിട്ട് കഴിയില്ല. എന്റെ പ്രവൃത്തി കൊണ്ടോ എന്റെ മഹിമ കൊണ്ടോ ഒരു വ്യക്തിക്കും പോകാൻ കഴിയില്ല. കർത്താവ് നമ്മെ നീതിയുടെ വസ്ത്രം ധരിപ്പിക്കുന്നു അല്ലേ? ആ നീതി നമ്മെ ധരിപ്പിക്കാൻ വേണ്ടിയാ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്. പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. റോമാലേഖനം 2:24 വായിക്കുന്നു, പ്രിയമുള്ളവരെ, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്ക് കണക്കിടുവാനുള്ള നീതി. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, പിതാവായ ദൈവത്തെ നാം വിശ്വസിക്കുമ്പോൾ, ആ വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന ഒരു നീതിയുണ്ട്. നമ്മുടെ നീതി പ്രവൃത്തികളെല്ലാം കറപുരണ്ട തുണി പോലെയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തുവിനെ ഓർക്കുകയാണ് ഈ തിരുവത്താഴത്തിലൂടെ അല്ലേ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായിട്ട് എന്ത് ചെയ്യണം? ഇത് ചെയ്യണം. ഇന്ന് അപ്പം നുറുക്കുമ്പോ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിക്കാൻ, എന്റെ ആത്മീയ നഗ്നത മാറ്റാൻ, എന്നെ പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ നിർത്താൻ അരുമനാഥൻ എന്തു ചെയ്തു? തന്റെ ദേഹമെന്ന തിരശീല ചിന്തി. അവിടുത്തെ ശരീരം എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ദൈവമക്കളെ, സഹോദരീ സഹോദരങ്ങളെ, ഓരോ പ്രാവശ്യവും തിരുമേശയിലേക്ക് അടുത്തു വരുമ്പോൾ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ശരീരത്തെയും നമുക്ക് വേണ്ടി ചിന്തിയ രക്തത്തെയും നമുക്ക് ഓർക്കാനായിട്ട് കഴിയട്ടെ. നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞു. എന്തിനാണിത് ഓർക്കാൻ പറഞ്ഞത്? ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നന്ദി നിറയണം. എന്നെ രക്ഷിക്കാൻ കർത്താവ് കൊടുത്ത വില എന്താണെന്ന് തിരിച്ചറിയണം. എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിക്കാൻ കർത്താവ് ചെയ്തത് എന്താണ്? തന്റെ ദേഹമെന്ന തിരശീല ചിന്തി എന്നാണ് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്. കണ്ണുകൾ അടയ്ക്കാം.
ശത്രു കൈവച്ചിരിക്കുന്നു. ഏതിന്റെ മേൽ? മനോഹര വസ്തുവിന്റെ മേൽ. ക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മെ അകറ്റി നിർത്താൻ ശത്രു എത്രയോ കെണികൾ ഒരുക്കുന്നു. വ്യക്തിബന്ധങ്ങളെ തമ്മിൽ അകറ്റുന്നു. നമ്മുടെ ആത്മീയ കണ്ണ് കുരുടാക്കാൻ നോക്കുന്നു. ഭൗതികമായി നമുക്ക് പല നന്മകളുണ്ട്, പക്ഷെ ആത്മീയ ദാരിദ്ര്യം നാം തിരിച്ചറിയാതെ പോകുന്നു. ആത്മീയ കുരുടാവസ്ഥ തിരിച്ചറിയാതെ പോകുന്നു. നിർഭാഗ്യാവസ്ഥ തിരിച്ചറിയാതെ പോകുന്നു. പാപം ഏറ്റുപറഞ്ഞ് ദിനംതോറും കഴുകപ്പെട്ട് വ്യക്തികളോട് നിരപ്പ് പ്രാപിച്ച് ദൈവസന്നിധിയിൽ നിൽപ്പാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ലോർഡ്. തോമസ് സാർ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കും. നമുക്കും ചേർന്ന് പ്രാർത്ഥിക്കാം.